ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ശക്തമായ ഉപാധിയാണ് പ്രാർത്ഥന. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള പദവിയും അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചതിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ഒരു കുടുംബമായി ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കാൻ നാം ഒരുമിച്ച് കൂടുമ്പോൾ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന വസ്തുത ഇപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. പ്രാർത്ഥനയുടെ അചഞ്ചലമായ ശക്തിയിൽ വിശ്വസിക്കുക. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രാർത്ഥനയുടെ മഹത്തായ ശക്തിയിൽ നാം കൂടുതലായി വിശ്വസിക്കുക. നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നും ഉതിരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക. ആത്മാർത്ഥവും ഏകാഗ്രവുമായ പ്രാർത്ഥനയ്ക്ക് എന്തിനേയും ഏതിനേയും മാറ്റാനുള്ള ശക്തിയുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പോകുന്നു. അതിനാൽ ഈ അത്ഭുത പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും പരിഹരിക്കാനും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാനും പ്രാർത്ഥനയിലൂടെ നമുക്കൊരുങ്ങാം. ദൈവം നമ്മുടെ ഇടയിൽ ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന നിമിഷങ്ങളാണിത്. ഈ പ്രാർത്ഥന ഉപകാരപ്രദമാകും എന്നും ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ആവശ്യമായ ആരെയെങ്കിലും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ദയവായി അവരുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ, അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഈ പ്രാർത്ഥന ഒന്ന് മാത്രം മതിയാകും. പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഒരിക്കലും നിങ്ങൾ പിന്മാറരുത്. അവസാനം വരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആടുകളായ തൻ്റെ യഥാർത്ഥ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ദൈവം തീർച്ചയായും ഉത്തരം നൽകിയിരിക്കും. തൻ്റെ രക്തത്താൽ വിലക്കെടുക്കപ്പെട്ട നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിനും അതിന് യഥാസമയം ഉത്തരം നൽകുന്നതിനും നമ്മുടെ നല്ല ഇടയനായ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എന്തെന്നാൽ തീർച്ചയായും നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ആടുകളുമാണ്. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരത്തിന് ചെയ്യാൻ സാധിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരത്തിൻ കീഴിൽ, അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തോടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷമാണിത്. ദൈവമേ, ഈ ലോകത്തിൽ ഒന്നും തന്നെ അങ്ങയുടെ കരത്തിന് അസാധ്യമായതില്ല. അവിടുത്തെ കരം ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി. അവിടുത്തെ പരിശുദ്ധ കരം തൻ്റെ മക്കളായ ഇസ്രായേല്യരെ അവരുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സുരക്ഷിതമായി മുന്നോട്ട് നയിച്ചു. അവിടുത്തെ അത്ഭുതകരമായ കരം ഒന്നുമില്ലായ്മയിൽ നിന്നും ആകാശവും ഭൂമിയും അതിലെ സമസ്തവും സൃഷ്ടിച്ചു.
ദൈവമേ, അവിടുത്തെ കരം 5 അപ്പം കൊണ്ട് 5000 പേരെ സുഭിക്ഷമായി തീറ്റിപ്പോറ്റി. കർത്താവേ, അങ്ങയുടെ കരം അന്ധർക്ക് കാഴ്ചശക്തി നൽകി, ബധിരർക്ക് കേൾക്കാൻ കഴിയും വിധം അവരുടെ കാതുകൾ തുറന്നുകൊടുത്തു. അവിടുത്തെ കരം അനേക വർഷങ്ങളായി രോഗശയ്യയിൽ കിടന്നിരുന്ന തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തി. ദൈവമേ, അവിടുത്തെ അത്ഭുതകരമായ കരം വെള്ളം വീഞ്ഞാക്കി. അവിടുത്തെ കരം ദരിദ്രരെ സമ്പന്നരാക്കി. അവിടുത്തെ കൈകൾ ജനനം തൊട്ടേ പിശാചിനാൽ ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു യുവാവിനെ രക്ഷ നൽകി മോചിപ്പിച്ചു. അവിടുത്തെ കരങ്ങൾ ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഒന്നും തന്നെയില്ല. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ കോടിക്കണക്കിന് അത്ഭുതങ്ങൾ ചെയ്ത കർത്താവായ ഈശോയെ, അങ്ങ് ഇന്നും ജീവിക്കുന്നു. അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണ്. യേശു ക്രിസ്തുവേ, അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. കർത്താവേ, അവിടുത്തെ കരം രാപ്പകൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതാണല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉതിരുന്ന ഓരോ പ്രാർത്ഥനകളും അവിടുത്തെ കാതുകൾ ശ്രവിച്ചിരിക്കുന്നു. നീതിയുടെ ദൈവത്തിൻ്റെ കാതുകൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ എപ്പോഴും നമുക്ക് നേരെ തുറന്നിരിക്കുന്നു. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് അസാധ്യമായത് ഇന്ന് സാധ്യമാക്കി തരും. കർത്താവിൻ്റെ ശക്തമായ കരം എല്ലാ പ്രതികൂലങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാക്കി നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ശക്തമായ കരം ഇന്ന് സകല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. ഇന്ന് നാം ഓരോരുത്തരും കർത്താവിൻ്റെ ഈ ശക്തമായ കരത്തിൻ കീഴിലാണ് വസിക്കുന്നത്. ആ കരത്തിൻ കീഴിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ശക്തമായ അത്ഭുതങ്ങളുടെ കരത്തിൻ കീഴിലാണ് ഇപ്പോൾ നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അവിടത്തേക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരം ഞങ്ങളെ രക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി കുറുകിപ്പോയിട്ടില്ല എന്ന് ഈ സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അങ്ങയുടെ കരത്തിന് മാറ്റാൻ തക്കവണ്ണമുള്ള ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകളെ കൊടുത്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി അങ്ങയുടെ ശക്തമായ കരം പ്രവർത്തിക്കും എന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരം ഞങ്ങൾക്ക് സുഭിക്ഷത നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകാൻ ശക്തിയുള്ള കരത്തിൽ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ശക്തമായ കരം ഇപ്പോൾ ഞങ്ങളുടെ നേരെ നീട്ടി ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ നൽകി, സാമ്പത്തിക സുരക്ഷിതത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലയിലും ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടാകുവാൻ ഇപ്പോൾ അങ്ങയുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഈ സമയം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു. വിവാഹിതരാകാൻ കഴിയാതെ നിൽക്കുന്ന മക്കളെ അങ്ങയുടെ കരത്തിൻ കീഴിൽ ഈ സമയം ഞാൻ സമർപ്പിക്കുന്നു. വിവാഹത്തിനുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു നീക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. വിവാഹം നടക്കാതെ വർഷങ്ങളായി വിവാഹ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യുവതീ യുവാക്കളെ ഈശോയെ അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ അനാദി മുതലേ അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന അവരുടെ ജീവിത പങ്കാളിയെ അങ്ങയുടെ കരത്തിൻ്റെ ബലത്താൽ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്
ഏറ്റവും സമാധാനവും സന്തോഷവുമുള്ള കുടുംബജീവിതത്തിന് അവരെ അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കുടുംബജീവിതം നയിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബത്തിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും, സംശയവും, മടിയും, അലസതയും, കലഹവും, അസൂയയും, ശത്രുതാ മനോഭാവവും എല്ലാം അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം കടലിനെ ശാന്തമാക്കിയതുപോലെ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് കൽപ്പിച്ച് കാറ്റിനെയും കടലിനെയും ശാസിച്ച കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാ കലഹവും, അരക്ഷിതാവസ്ഥയും, എല്ലാ ദുരിതങ്ങളും, പ്രയാസങ്ങളും, പരാജയവും, പട്ടിണിയും, ദാരിദ്ര്യവും, ദുഃഖവും, വേദനകളും, അസ്വസ്ഥതകളും, രോഗപീഠകളും അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരത്തിന് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ മാറ്റാൻ ശക്തിയുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങളുടെ കരങ്ങൾ തളരുമ്പോൾ അങ്ങയുടെ ശക്തമായ കരങ്ങൾ ഞങ്ങൾക്ക് നേരെ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ശക്തമായ കരം ഇന്ന് രോഗികളായ എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തി എല്ലാ രോഗപീഠകളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്ന് ആരോഗ്യപരമായ ജീവിതം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഇന്ന് ആശുപത്രികളിൽ കഴിയുന്ന എല്ലാവരെയും സ്പർശിക്കണമേ. ഇന്ന് ഓപ്പറേഷനുള്ളവരുടെ കൂടെ നിന്ന് അങ്ങയുടെ കരം വിജയകരമായി ഓപ്പറേഷൻ നടത്തി അവർക്ക് സൗഖ്യവും വിടുതലും നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരം ഓപ്പറേഷൻ കൂടാതെ തന്നെ എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്താൻ ശക്തിയുള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ കരത്തിൻ്റെ ബലത്താൽ എല്ലാ രോഗികൾക്കും സൗഖ്യവും വിടുതലും ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ആരോഗ്യം നൽകി അവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ മുൻപിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായി അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞങ്ങൾ താഴ്മയായി നിലകൊള്ളുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി കർത്താവേ, അങ്ങയുടെ അത്യുന്നതമായ കരം നീട്ടി, അങ്ങയുടെ അതിശക്തമായ കരം നീട്ടി ഇപ്പോൾ പാപികളായ ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിച്ച് ഇന്നത്തെ ദിവസം അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞങ്ങൾ താഴ്മയായി നിന്ന് അങ്ങയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഇന്ന് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ദിവസമാക്കി മാറ്റണമേ. ഇന്ന് ദൈവത്തിൻ്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്കെല്ലാ മേഖലയിലും വിജയവും മഹത്വവും നൽകി സമാധാനവും സന്തോഷവും ആനന്ദവും നൽകി സ്വസ്ഥമായ ഒരു ജീവിതം ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും ഊർജം പകരുന്ന അങ്ങയുടെ കരം ഞങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കണമേ. എല്ലാ മേഖലയിലും ഞങ്ങളുടെ സംരക്ഷണം ഏർപ്പെടുത്തണമേ. അങ്ങയുടെ ശക്തമായ കരം ഇന്നെല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അങ്ങയുടെ ദാസരായ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സമയം ഹൃദയത്തിൽ പ്രാർത്ഥനയുമായി അങ്ങയുടെ കരത്തിൻ്റെ ബലത്തിൻ കീഴിൽ ഞങ്ങൾ താഴ്മയോട് നിലകൊള്ളുമ്പോൾ ഈ മക്കളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾ ഇപ്പോൾ വേദനിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഈ മക്കളെ ഇപ്പോൾ തന്നെ നിൻ്റെ ശക്തമായ കരം നീട്ടി അവരെ തൊടണമേ. അവരെ സ്പർശിച്ച് അവർക്ക് സൗഖ്യവും വിടുതലും നൽകി അവരാഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകി ഇന്ന് ഈ മക്കളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന്
10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരം ഇന്ന് വഴി നടത്തണമേ. അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ കൂടെ ഇരുന്ന് കർത്താവെ, അങ്ങയുടെ കരം, ഈ മക്കളുടെ കരം പിടിച്ച്, പരീക്ഷ എഴുതുന്ന അവരുടെ കരം പിടിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കൃത്യമായ സമയത്ത് എഴുതി തീർക്കുന്നതിന് ഈ മക്കളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഇന്ന് അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അസാധ്യമായത് ദൈവകരത്തിന് സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. ഓരോ നിമിഷവും അങ്ങയുടെ കരം ഞങ്ങളെ വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയായി ഞങ്ങൾ നിലകൊള്ളുന്നു. തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ, ഞങ്ങളെ ലജ്ജിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ, ഞങ്ങളെ അപമാനിച്ചവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കുവാൻ ദൈവമേ, അങ്ങയുടെ കരം ഞങ്ങളുടെ തലയെ, ഞങ്ങളുടെ ശിരസ്സിനെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഇന്ന് അവിടുന്ന് സൗഖ്യവും അനുഗ്രഹങ്ങളും നൽകി, സംരക്ഷണം നൽകി. അങ്ങ് കൂടുതൽ ദൈവകൃപയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗതികമായുമുള്ള അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിലകൊള്ളുവാൻ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ ഏറ്റെടുത്ത്, അവരുടെ നിയോഗങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഏറ്റെടുത്ത് ഇന്ന് അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ നമിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ ശക്തമായി പിടിക്കുന്നു, അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ ശക്തമായി ആശ്രയിക്കുന്നു. ഇന്ന് അങ്ങയുടെ കരത്തിൻ്റെ അനുഗ്രഹങ്ങൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ കരം പിടിച്ച് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് ജീവിക്കും. എല്ലാ പ്രതിസന്ധികളെയും മുന്നേറുവാൻ കർത്താവിൻ്റെ കരം പിടിച്ച് ഇന്ന് ഞങ്ങൾ ജീവിക്കും. ഇന്ന് ഞങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടാൻ കർത്താവിൻ്റെ ശക്തമായ കരമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്കാവശ്യമായ വിജയവും മഹത്വവും ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് അവിടുത്തെ അത്ഭുത കരത്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ നടത്തിത്തരും. വിശ്വാസത്തോടെ അവിടുത്തെ കരത്തിൽ ആശ്രയിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.